വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ അവിടെ ആ ഹോസ്പിറ്റൽ രംഗം കൊണ്ടല്ലേ ആ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിക്കുന്നത്. ശിവനാണെങ്കിൽ താലി വാങ്ങാനായിട്ട് ഇങ്ങനെ മടിച്ച് നിൽക്കുന്നുണ്ട്. ഡെയ്സി ആണെങ്കിൽ പ്രതീക്ഷയോടെ ഇങ്ങനെ ശിവനെ നോക്കിയിരിക്കുകയാണ്. യോഹന്നാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഒന്ന് എതിർത്തും പറയാനാകാതെ നിൽക്കുമ്പോൾ മഹേന്ദ്രനാണെങ്കിൽ ഇതിങ്ങനെ ശിവൻ്റെ കെട്ട് എന്ന് പറഞ്ഞിട്ട് ശിവൻ്റെ കയ്യിലേക്ക് താലി വെച്ച് കൊടുക്കുകയാണ്. അന്നേരവും ശിവനിങ്ങനെ സംശയിച്ച് നിൽക്കുമ്പോൾ കെട്ടിടാ താലി എന്നിങ്ങനെ പറയുമ്പോൾ ശിവനിങ്ങനെ ആ താലി ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്. അന്നേരം ഡെയ്സി ഇങ്ങനെ നോക്കുകയാണ്. പക്ഷെ ശിവൻ്റെ കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്. അത് ആ താലി കെട്ടുമോ ഇല്ലയോ എന്നുള്ള സീൻ കാണിക്കുന്നില്ല. അത് അടുത്ത എപ്പിസോഡിൽ കാണാം. പിന്നീട് കാണിക്കുന്ന പ്രൊമോയിൽ ആ സീനിൽ റസാഖാണെങ്കിൽ ഒരു ശാലിനിയെ വിളിച്ച് പറയുന്നുണ്ട് രേഷ്മയുടെ വീട്ടിലുണ്ടായ സംഭവങ്ങളും രേഷ്മയെ തിരിച്ചറിയാൻ പറ്റിയില്ല എന്നുള്ളതും. രേഷ്മയുടെ സംസാരത്തിലൊക്കെ റസാഖിന് എന്തൊക്കെയോ ഒരു സംശയങ്ങൾ തോന്നുകയാണ്. അപ്പോൾ എനിക്കറിയണം ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണം. വിഷ്ണുവേട്ടനെ പോലെ ഒരാളിൻ്റെ ബോഡി എടുത്ത് ദഹിപ്പിച്ചു എന്നുണ്ടെങ്കിൽ ആ സ്ഥലം എനിക്കൊന്ന് കാണണം. വിഷ്ണുവേട്ടന് എന്ത് സംഭവിച്ചു എന്നും അറിയണം. നമുക്ക് അവിടം വരെ ഒന്ന് പോകാം എന്നിങ്ങനെ ശാലിനി റസാഖിനോട് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. അന്നേരം രാഘവൻ നായരാണെങ്കിൽ ശാലിനിയുടെ മുറിയിലേക്ക് ഇങ്ങനെ വരികയാണ്. ആ അവസാനത്തെ കുറച്ച് സംസാരമൊക്കെ കേട്ടുകൊണ്ടാണ് രാഘവൻ നായർ വരുന്നത്. രാഘവൻ നായരെ കാണുമ്പോൾ ശാലിനി ഒന്ന് പരിഭ്രമിക്കുന്നുണ്ട്, ഈ പറഞ്ഞതൊക്കെ കേട്ടോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ രാഘവൻ നായർ സംസാരിക്കുകയാണ്. അതെ, എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറയുമ്പോൾ ശാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം എൻ്റെ മോൾ എന്നോട് ഇത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരവും ശാലിനി ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് രാഘവൻ നായരെ തന്നെ നോക്കി നിൽക്കുകയാണ്. പക്ഷേ രാഘവൻ നായർ ശാലിനി പറഞ്ഞൊന്നും കേട്ട് കാണില്ല. വിഷ്ണു വരാൻ വൈകുമെന്നോ വേറെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് ശാലിനിയെ ഒന്നുകൂടി സമാധാനിപ്പിച്ചിട്ട് രാഘവൻ നായർ തിരിച്ച് പോവുകയായിരിക്കും ചെയ്യുന്നത്. അതിനുശേഷമാണ് ശാലിനി റസാഖിനൊപ്പം ആ ഒരു യമുനയല്ലല്ലോ മധുരയിലെ ആ ഒരു പിന്നെ അവിടേക്ക് പോകുന്നത്. ആ മാരിയപ്പനെയും കൊണ്ട് വിഷ്ണുവിനെ പോലെ ഒരാളെ ദഹിപ്പിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, അവിടേക്ക് പോകുന്നതും ആ ഒരു ബോഡി ദഹിപ്പിച്ച സ്ഥലമൊക്കെ ശാലിനി കാണുന്നുണ്ട്. പക്ഷേ അതിന് ശേഷം പിന്നീടുള്ള സീനുകൾ വീണ്ടും അന്വേഷണം തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ അത് വിഷ്ണു അല്ല എന്നുള്ളത് അവിടെ തെളിയുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശിവനും ഡെയ്സിയും തമ്മിലുള്ള വിവാഹം നടക്കുമോ എന്നുള്ളതാണ്. മിക്കവാറും നടക്കുമായിരിക്കും. കമ്മിങ് സൂൺ പ്രൊമോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അവിടെ ഡെയ്സിയും ശിവനുള്ള കല്യാണമൊക്കെ കഴിഞ്ഞാൽ ശിവൻ്റെ റോൾ അങ്ങോട്ടത്തേക്ക് പോകാനാണ് സാധ്യത. ഇനിയുള്ളത് വിഷ്ണുവിൻ്റെ വരവോ അങ്ങനെ എന്താണ് എന്നുള്ളത്, അത് ആരാണ് എന്താണ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണുകയേ വഴിയുള്ളൂ. എൻട്രി പ്രൊമോ ഒന്നും വന്നിട്ടില്ല. വരുമ്പോഴത്തേക്ക് കാണാം. ഓക്കെ, താങ്ക് യു.